ഹലോ. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്കുള്ള ഊണിന് ഒരു കൂട്ടാനുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു മുട്ട റെസിപ്പി ഉണ്ടാക്കിയാലോ. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ മുട്ട ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ട റെസിപ്പിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇതിലെ മെയിൻ കാര്യം വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി കൂട്ടിയാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഫുള്ളായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 5-6 വെളുത്തുള്ളി എടുത്തുകൊണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിക്കൊണ്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട വറന്നിക്കൊണ്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് ലേശം ഉപ്പിട്ടുകൊണ്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാന് തീ വെച്ചിക്കാണ്ട് നമ്മളിതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ആക്കട്ടോ. തുള്ളി പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ ഈ പാനിൽ ഫുള്ളായിട്ട് വിറ്റോറാവണ അത്ര ആക്കിയാൽ മതി കേട്ടോ. ഞാൻ പിങ്ക് മാത്രം ആവുകൊണ്ടാണ് ഒരു എഗ്ഗ് എടുത്തിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളോറ് ഇങ്ങനെ ചുറ്റിച്ചപ്പോൾ ജസ്റ്റ് ഇത് പാളിപ്പോയിക്കും കേട്ടോ. അപ്പോൾ എന്നാലും പ്രശ്നമല്ല, ഫുള്ളായിട്ട് എന്തായാലും വായിൻ്റെ അകത്തേക്കല്ലേ പോകണത്. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഡിസൈനൊന്നും വേണമെന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ ലേശം കുരുമുളക് പൊടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കും കേട്ടോ. എനിക്ക് കുരുമുളക് പൊടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗ് പൊരി റെസിപ്പി റെഡി ആയിക്കും കേട്ടോ. അപ്പോൾ ഇത് ഗ്യാസിലുള്ളവർക്കൊക്കെ പ്രത്യേകം തിന്നാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ എഗ്ഗ് കഴിഞ്ഞ് നമുക്ക് ചോറ്റിക്ക് ലേശം ഉപ്പിട്ടിക്കാണ്ട് ലേശം വെളിച്ചെണ്ണി പറഞ്ഞുകൊണ്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കട്ടോ. എനിക്ക് പണ്ടേ ഇങ്ങനെയുണ്ട് ഇഷ്ടം. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഇങ്ങനെയല്ലേ, നമ്മൾ അരിച്ചിക്കാണ്ട് ലേശം ഉപ്പും വെളിച്ചെണ്ണ ഇട്ടാൽ എനിക്ക് ആ ചോറ് അങ്ങനെ പോകും കേട്ടോ. എനിക്ക് കറി വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് കുഴച്ചിക്കൊണ്ടോ. ഇനി നമുക്ക് നമ്മളിതിന് മുമ്പ് സുർക്കുള്ളി ഉണ്ടാക്കിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സുർക്കുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് സുർക്കുള്ളി ഉണ്ടാക്കിയാൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ആ സുർക്കുള്ളി ഒരു ചുവന്ന കളറാകുമ്പോഴാണ് എനിക്ക് സുർക്കുള്ളി ഇതിലേക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ്റയ്ക്ക് ഈ ഉപ്പും വെളിച്ചെണ്ണയും ഈ സുർക്കുള്ളി ഉണ്ടായാൽ തന്നെ എനിക്ക് ചോറ് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും കേട്ടോ. പിന്നെ നമ്മൾ മുട്ട ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു പപ്പടം പൊരിച്ചിക്കാണ്ട് പപ്പടം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്കൊന്ന് കൂട്ടിക്കാണ്ടൊന്ന് തിന്ന് നോക്കട്ടോ. അപ്പോൾ നമ്മൾ പപ്പടത്തിലൊരു പൊട്ടും സുർക്കുള്ളിയും മുട്ടിയും നടുവിൽ വെച്ചിക്കാണ്ട് നമുക്ക് നന്നായി ഒന്ന് ഉരുട്ടിക്കാണ്ട് നമുക്കൊന്ന് വായിൽ വെച്ച് നോക്കട്ടോ. ഗായ്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതിനൊക്കെ കറിയൊന്നും വേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഇങ്ങനെ തിന്നാൽ തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തിന്നപ്പോഴാണ് അപ്പോൾ ഒരു കൂട്ടാനും കൂടി എൻ്റെ ഉമ്മ ഉണ്ടാക്കി വെച്ചിന് കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നു. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഉപ്പേരി എൻ്റെ ഉമ്മ ഉണ്ടാക്കി വെച്ചിന് കേട്ടോ. അപ്പോൾ അതുകൂടി നമ്മളെണ്ട് എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഒക്കെപ്പാട് കൂട്ടിക്കാണ്ട് അതും കൂട്ടി ഫുള്ളായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ക്യാരറ്റ് ഉപ്പേരി സെപ്പറേറ്റായിട്ട് തിന്നപ്പോഴാണ് എനിക്കൊന്ന് ടേസ്റ്റ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാളിൻ്റെ മുട്ടേൻ്റെ ഒരു പൊട്ട് കൊണ്ടിരിക്കും കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.